ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം എഡെക്സയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 12ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ടോപ്പിക്കുകളാണ്. എം ലീഡർ അഥവാ മൾട്ടി ലീഡർ എന്ന് പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്ക്, ദെൻ MLS എന്ന് പറയുന്ന മൾട്ടി ലീഡർ സ്റ്റൈൽ രണ്ടാമത്തെ ടോപ്പിക്ക്, മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് പരിഗണിക്കുന്നത് ബ്ലോക്കിനെയാണ്. സോ കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് മൾട്ടി ലീഡർ? ഏരോ മാർക്ക് മുഖേനയുള്ള ഏരോ മാർക്കോട് കൂടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ടൈപ്പിംഗ് ആണ് മൾട്ടി ലീഡർ എന്ന് പറയുന്നത്. എന്താണ്? ഏരോ മാർക്കോട് കൂടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ടൈപ്പിങ്ങിനെയാണ് എന്ത് പറയാ? മൾട്ടി ലീഡർ എന്ന് പറയാ. ഈ മൾട്ടി ലീഡറിന്റെ കമാൻഡ് MLD ആണ്. അപ്പോ ഞാൻ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് മൾട്ടി ലീഡർ ചെയ്യുന്നത് കാണിക്കാം. ഒബ്ജക്റ്റ് വരച്ചു, MLD ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുന്നു. സ്പെസിഫൈ ലീഡർ ആരോ ഹെഡ് ലൊക്കേഷൻ എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ലീഡർ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ആ ഒബ്ജക്റ്റിന് മേലെ തന്നെ ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആരോ മാർക്ക് വന്നു. പിന്നീട് എന്താ ചോദിക്കുന്നത്? സ്പെസിഫൈ ലീഡർ ലാൻഡിംഗ് ലൊക്കേഷൻ അല്ലേ? എവിടെയാണ് ലീഡറിൽ ലാൻഡിംഗ് വേണ്ടതെന്ന് ചോദിക്കുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ലാൻഡിംഗ് എന്ന് പറഞ്ഞ ഈ ഭാഗമാണ്. ലാൻഡിങ്ങിന് ശേഷമാണ് എപ്പോഴും ടെക്സ്റ്റ് വരിക. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിന്റെ അളവ് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. അതായത് ടൈപ്പ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ അളവ് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യുന്നത് ഇവിടെയാണെന്ന് മനസ്സിലാക്കുക. ദെൻ ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ കൊടുക്കുക. ഇനി അവിടെ മാത്രമല്ല, മൾട്ടി ലീഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ മുഖേനയും നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റിന്റെ ഹൈറ്റുകൾ ചേഞ്ച് ചെയ്യാം. സോ അതിലേക്ക് നമുക്ക് വരാം. MLS ആണ് മൾട്ടി ലീഡർ സ്റ്റൈലിന്റെ കമാൻഡ്. അതായത് മൾട്ടി ലീഡറിനെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് മൾട്ടി ലീഡർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ മോഡിഫൈയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പം ഇവിടെ ലീഡർ ഫോർമാറ്റിലേക്ക് വരുക. ഇവിടെ ആരോ ഹെഡ് സിമ്പിളിന്റെ സൈസ് ഉണ്ടാവും. അത് ഞാനൊരു 20 കൊടുക്കുന്നു. പേരോടെ സൈസ് മാറിയിട്ടുണ്ടാവും. കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നാൽ ടെക്സ്റ്റിന്റെ ഹൈറ്റ് ഉണ്ടാവും. അവിടെയും ഞാനൊരു വാല്യൂ കൊടുക്കുന്നു. ദെൻ ഓക്കെ ക്ലോസ് കൊടുക്കുമ്പോൾ രണ്ടിന്റെയും സൈസ് ചേഞ്ച് ആയി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നേ വരാം. ലീഡർ ഫോർമാറ്റിൽ സ്ട്രെയിറ്റിന് പകരം സ്പ്ലൈൻ ടൈപ്പ് ലീഡർ ആണെങ്കിൽ ഇത് സ്പ്ലൈൻ ഷേപ്പ് ലീഡർ ആയിട്ടുണ്ടാവും. ദെൻ ഇവിടെ ഞാൻ നണ്ണാണ് കൊടുക്കുന്നതെങ്കിൽ ആ ലീഡർ പോയിട്ട് വെറും ടെക്സ്റ്റ് മാത്രമായി വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നമ്മൾ ലീഡർ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ വരുമ്പം സ്ട്രെയിറ്റോ സ്പ്ലൈനോ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, നണ്ണ് കൊടുക്കുമ്പം ലീഡർ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ സ്ട്രെയിറ്റിൽ വെച്ചു. ദെൻ കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നതിന് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാം. അതുപോലെ ലൈൻ ടൈപ്പ് വേണമെങ്കിൽ ഇവിടെ വരാം. അപ്പം ഈ ഒരു ടൈപ്പ് ലൈൻ ടൈപ്പ് അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതറിൽ പോയി ലോഡ് ചെയ്ത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ഒന്നും കൂടി ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ദെൻ ലൈൻ വെയിറ്റിലേക്ക് വന്നാൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം. ആരോ ഹെഡിന്റെ സിമ്പിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാം. ആരോ ഹെഡ് സിമ്പിൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയമെൻഷൻ സ്റ്റൈല് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആരോന്റെ സൈസും അതുപോലെ സിമ്പിളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. ക്ലിയർ? ദെൻ കണ്ടന്റില് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടെക്സ്റ്റിന്റെ കളറൊക്കെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഒരു ഫ്രെയിം ആണ്, ഫ്രെയിം ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രെയിം വരും. ലീഡർ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ മാക്സിമം ലീഡർ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇവിടെ മാക്സിമം ലീഡർ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യം ഒരു ഏറോ മാർക്ക്, പിന്നെ ലാൻഡിങ്ങിന് മുന്നുള്ള ഒരു പോയിന്റ്, അതിനുശേഷം ടെക്സ്റ്റ്. ടോട്ടൽ 2 പോയിന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് 2 പോയിന്റ് നമുക്ക് കിട്ടുന്നത്? മൾട്ടി ലീഡർ സ്റ്റൈലിൽ മാക്സിമം ലീഡർ പോയിന്റ് 2 സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് 3 ഞാൻ ഓക്കെ കൊടുത്തു. അപ്പൊ അത് നേരത്തെ ചെയ്തതിനെ ബാധിക്കൂല. പുതുതായിട്ട് MLD ടൈപ്പ് ചെയ്യുന്നതിന് മാത്രമേ ഈ 3 എന്ന് പറഞ്ഞ നമ്പർ ബാധിക്കുള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ക്ലിയർ അല്ലേ? ഇനി വീണ്ടും MLS പോകുമ്പോൾ മോഡിഫൈയിലേക്ക് വരുമ്പോൾ ഇവിടെ മാക്സിമം ലീഡർ പോയിന്റ് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിലോ, പുതിയതായിട്ട് ഒരു ലീഡർ എടുക്കുന്നതെങ്കിലോ, നമുക്ക് വേണ്ട അത്രയും പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് പോയിന്റ് കൊടുക്കുക. എപ്പോഴാണ് മതിയെന്ന് തോന്നുന്നത് അപ്പൊ എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഈസി അല്ലേ? ഇപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് മൾട്ടി ലീഡർ പ്ലസ് മൾട്ടി ലീഡർ സ്റ്റൈൽ മനസ്സിലാക്കാനുള്ളത്. അടുത്തത് ബ്ലോക്ക് ആണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും സിംഗിൾ ഒബ്ജക്റ്റ് എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. ഓക്കെ, ബ്ലോക്കുകൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ
മെയിൻ ആയിട്ട് എന്ത് പർപ്പസിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ഫർണിച്ചറുകൾ സിംഗിൾ ആക്കി വെക്കാൻ, ഡോറ്, വിൻഡോ, ഫർണിച്ചർ, അതുപോലെ സ്വിച്ച്, ബ്രേക്കർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഇല്ലേ, മീൻസ് കോമ്പോണൻസ് എന്ന് പറയാം. അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ സിംഗിൾ ആക്കി ഒരു ഗ്രൂപ്പ് പോലെ ആക്കി വെക്കാനാണ് ഏത് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്? ബ്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അത് ഈസി ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനും പറ്റും. ഗ്രൂപ്പ് ആക്കാം, അതായത് സിംഗിളും ആക്കാം, ഈസി ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനും പറ്റും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ബ്ലോക്കിന് ഈ ഒരു സിംഗിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അഥവാ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ട് ഈ ഒബ്ജക്റ്റ് സിംഗിൾ ആയിരിക്കുമോ എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, വേറെയും ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഇതേ ഒബ്ജക്റ്റിനെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാം. എന്താണ്? ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത ബ്ലോക്കിനെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിന്റെ സ്കെയിലിലും റൊട്ടേഷൻ ആംഗിളിലും ഒക്കെ നമുക്ക് മാറ്റം വരുത്താം. സോ ബ്ലോക്കിലേക്ക് നമുക്ക് വരാം. ബ്ലോക്കിന്റെ കമാൻഡ് ബി ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ, ഫസ്റ്റ് ടൈം പഠിക്കുമ്പം ഒരു റെക്റ്റാങ്കിൾ എടുത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് കൃത്യമായ അളവുള്ള ഏതൊരു ഒബ്ജക്റ്റ് വെച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബ്ലോക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ വെച്ച് നിങ്ങൾ ചെയ്തോ എന്നുള്ളതാണ്, കൃത്യമായ അളവ് കൊടുത്തിട്ട്. റെക്റ്റാങ്കിൾ എടുക്കുക, ഡയമെൻഷനിൽ 50 നീളവും 10 വീതിയും കൊടുത്തു. ബ്ലോക്കിന്റെ കമാൻഡ് ബി ആണ്. ബി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എന്ത് ഒബ്ജക്റ്റിനെയാണോ ബ്ലോക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു പേര് വേണം. ബ്ലോക്കിന് അതൊരു പേര് കൊടുക്കണം. നമ്മൾ വിൻഡോ ആയിട്ടാണ് ഞാനിപ്പോ ഇതിനെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതായത് വിൻഡോ ആയിട്ടാണ് ഈ ഒബ്ജക്റ്റിനെ ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നെയിം എന്ത് കൊടുക്കുക? വിൻഡോ. വിൻഡോ എന്ന് ഫുൾ ആയിട്ട് കൊടുക്കണം എന്നില്ല, വിൻ എന്ന് പറഞ്ഞ ഷോർട്ട് കീ കൊടുത്താലും മതി, ഒരു ഷോർട്ട് ആയിട്ട് കൊടുത്താലും മതി. ഇവിടെ പിക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. വാട്ട് ഈസ് പിക്ക് പോയിന്റ്? നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റിനെയാണ് പിക്ക് പോയിന്റ് എന്ന് പറയാം. മൂവില്, കോപ്പിയിലൊക്കെ വരുന്ന കാര്യങ്ങളില്ലേ, ബേസ് പോയിന്റ് എന്ന് പറഞ്ഞ സംഭവം അത് തന്നെയാണിത്. ദെൻ സെലക്ട് ഒബ്ജക്റ്റ് എടുക്കുക, ഒബ്ജക്റ്റിനെ മൊത്തം സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ അല്ലേ? ഇവിടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അലോ എക്സ്പ്ലോഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. കാരണം നമ്മൾ ബ്ലോക്ക് ചെയ്തതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതിനെ വേറെ ആക്കേണ്ടി വന്നാലോ, സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നാൽ, ഓക്കെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അലോ എക്സ്പ്ലോഡിംഗ് കൊടുക്കണം. ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ ബ്ലോക്ക് ചെയ്യുമ്പം ഹലോ എക്സ്പ്ലോഡിങ് കൊടുത്താലുള്ള ഗുണം, പിന്നീട് എപ്പോഴെങ്കിലും ആ ബ്ലോക്ക് ചെയ്ത ഒബ്ജക്റ്റിനെ എക്സ്പ്ലോഡ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്താലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്കെയിൽ യൂണിഫോമിലി എന്താണ്? എക്സിനും വൈക്കും ഒക്കെ ഒരുപോലെ സ്കെയിൽ ചേഞ്ച് ചെയ്യാനാണ്. അതൊരിക്കലും നമ്മൾ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ബ്ലോക്ക് ചെയ്യുമ്പം. കാരണം നമ്മൾ ബ്ലോക്കിനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ യൂണിഫോമിലിയും നോൺ യൂണിഫോമിലിയും സ്കെയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓക്കെ കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത പിക്ക് പോയിന്റിനെ ബേസ് ചെയ്ത് ബ്ലോക്ക് ആയി. ഇവിടെ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇനി ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഐ ആണ് കമാൻഡ് വരുന്നത്, എൻ്റർ ചെയ്യുക. കറന്റ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ പേരാ കാണിക്കുക, ഒബ്ജക്റ്റിന്റെ പിക്ചർ കാണിക്കും. സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരുമ്പോൾ എക്സ് 1 ആണ്. ഈ 1 എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന് ഇപ്പൊ കൊടുത്ത അളവാണ് 1. എക്സിന് എത്ര അളവ്? 50 അല്ലേ? വൈ 1. വൈ നിലവിൽ 10 അല്ലേ ഉള്ളത്? ഓക്കെ. അപ്പൊ ഞാൻ എക്സ് 2 എന്ന് കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 50 ഇൻറ്റു ഈ 2 100 ആവും എക്സിന്റെ അളവ്. വൈക്ക് 2 കൊടുത്താലോ? വൈ ഓൾറെഡി 10 അല്ലേ? 10 ഇൻറ്റു 2 20 ആവും. ഇത് വാല്യൂ കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇതിനകത്ത് വിനിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പ്ലേസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ ഇങ്ങനെ ഒരു റൊട്ടേഷൻ വരാൻ കാരണം ഞാൻ ഇവിടെ റൊട്ടേഷൻ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തോണ്ടാണ് കേട്ടോ. മാറ്റി. ഓക്കെ. ലീനിയർ ഡയമെൻഷൻ എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ. 100 നീളം, വീതി 20 ആയി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് വാല്യൂ കൊടുക്കുന്നത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇവിടെ ആംഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാനൊരു 45 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് പോയിന്റ് ബേസ് ചെയ്ത 45 വരുന്നത്? നമ്മൾ പിക്ക് പോയിന്റ് കൊടുത്ത പോയിന്റ് ഇല്ലേ, അതിനെ ബേസ് ചെയ്ത് 45 ഡിഗ്രിയിലായിരിക്കും വരിക. ഇനി ഞാൻ ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുന്നെങ്കിലോ, ഉണ്ടോ സ്ക്രീനിൽ നമുക്ക് റൊട്ടേഷൻ കൊടുക്കാം. ഞാനൊരു 90 കൊടുക്കുന്നത്, മനസ്സിലായോ? ഈസി അല്ലേ? നമുക്ക് യൂണിഫോം സ്കെയിലാണ് ചെയ്യേണ്ടതെങ്കിലോ
ഇവിടെ ഇങ്ങനെ രണ്ടും ഒരുപോലെ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്താൽ യൂണിഫോം സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, എനിക്കൊരു 3 വേണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ റൊട്ടേഷൻ സ്ക്രീനിൽ ടിക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ല, ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ആംഗിൾ 0 ഡിഫോൾട്ട് ആയിട്ട് ബ്രാക്കറ്റിലുണ്ട്, എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് എത്രയായിട്ടുണ്ടാവും? 50 ഉള്ളത് 100 ഇത് 10 എന്നുള്ളത് 20 ആയിട്ടുണ്ടാവും. ഓക്കെ, രണ്ടാണ് കൊടുത്തതെങ്കിൽ ഇവിടെ 3 കൊടുത്തത് അല്ലേ? അപ്പൊ 3 എത്രയായിട്ടുണ്ടാവും? 13 15 150, പിന്നെ ഇത് എത്രയായിട്ടുണ്ടാവും? 30 ആയിട്ടുണ്ടാവും. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമ്മൾ ആ എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എക്സ്പ്ലോഡ് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ ഒരു പ്ലേസ് ചെയ്യാണ് ഒബ്ജക്റ്റ്, ഒന്ന് ആ റൊട്ടേഷൻ ഓഫ് ആക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത്, സോറി, ആ 45 കൂടെ ഒന്ന് 0 ആക്കി കൊടുക്കാം കേട്ടോ. എളുപ്പത്തിൽ പ്ലേസ് ചെയ്യാം. ഇതിപ്പോ സിംഗിൾ ഒബ്ജക്റ്റ് അല്ലേ, ബ്ലോക്ക് തന്നെയാണ്. ഞാൻ എക്സ്പ്ലോഡ് ചെയ്തിട്ട്, എക്സ്പ്ലോഡ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതാക്കിയിട്ടാണ് നോക്കുന്നെങ്കിൽ, ഓക്കെ, ഇത് എക്സ്പ്ലോഡ് ആണ്, ഇത് ബ്ലോക്ക് ആണ്. ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ്. ഓക്കെ, നമുക്ക് ഇതിനെ എക്സ്പ്ലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എക്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് എക്സ്പ്ലോഡ് ചെയ്യാം. പക്ഷെ അതിന്റെ ഒന്നും 3 സ്റ്റെപ്പും നമ്മൾ എടുക്കണ്ട. കാരണം എന്താ, ഇവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ എക്സ്പ്ലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എക്സ്പ്ലോഡ് ആയി. നമ്മളെ മനസ്സിൽ എങ്ങനെയുണ്ട്, ഇത് വരുമ്പോൾ എനിക്ക് എക്സ്പ്ലോഡ് ആയിട്ട് കിട്ടണം, അപ്പോൾ എക്സ്പ്ലോഡ് ടിക്ക് ചെയ്താൽ പോരെ, വീണ്ടും എക്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഈ പറഞ്ഞൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വിശ്വാസം അതിലെ എല്ലാം എന്ന് പറഞ്ഞ പോലെ. അപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എനിക്കറിയുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരാം. പറഞ്ഞു തരുന്നതിൽ വളരെ സന്തോഷം. അപ്പൊ പിന്നെ വേറെ ഒന്നും കാര്യങ്ങൾ ഇന്ന് പറയാനില്ല. അപ്പൊ നമുക്ക് നാളെ ഓരോ ടോപ്പിക്കും എടുത്തിട്ട് വരാം. അപ്പോൾ താങ്ക് യു, നാളെ കാണാം, ബൈ ബൈ.